പൊട്ടന്മാരാവുകയാണ്. സത്യം പറയാലോ, പൊട്ടന്മാർ. പിന്നെ ആ 5 മക്കളെ കരുതിയിട്ട് നിങ്ങൾ. ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? റാഹത്താണോ? കമൻറ്റ് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതേ, ഞാൻ മുന്നേ 2 വീഡിയോസ് നമ്മുടെ ഷാജിദാനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇടുന്നത് ഷാജിദക്ക് അഹങ്കാരം ആയോ എന്ന് പറഞ്ഞിട്ട വീഡിയോ ആണ്. പിന്നെ ഇടുന്നത് ഷാജിദക്ക് മഹർ കൊടുത്ത ആള്. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഷാജിദയുടെ അഹങ്കാരം. അപ്പോൾ അതിലൊരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണ് അഹങ്കാരം, അവൾക്കല്ല, നീയാണ് അഹങ്കാരി, നിന്റെ സംസാരത്തിൽ അഹങ്കാരം ഉണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ ഞാൻ രണ്ടാമതിട്ട വീഡിയോസിലും നീയാണ് അഹങ്കാരി, അവളല്ല, അവള് നല്ലവൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഇട്ട 2 വീഡിയോസിലും നല്ല രീതിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അഹങ്കാരി അഹങ്കാരി, ഓക്കെ, നിങ്ങൾ അഹങ്കാരി എന്നോ എന്തെന്നോ വിളിച്ചു, അത് വിഷയമില്ല. അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറയും. നമ്മൾ ചാനലെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ചെയ്യുക എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നിയതല്ല, ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പലരും അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ശരിയാണ് ശരിയാണ്. അപ്പോൾ എനിക്ക് അവിടെ മിസ്റ്റേക്കായിട്ട് തോന്നിയില്ല. അതിൽ കുറച്ച് ആൾക്കാർ മാത്രം നീയാണ് അഹങ്കാരി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത്, ഞാൻ ആ 2 വീഡിയോസ് ഇട്ടതിൽ ഒരു വീഡിയോസിൽ എനിക്കിപ്പോൾ ലാസ്റ്റ് ഒരു കമൻറ്റ് വന്നു. ആ കമൻറ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഈ കമൻറ്റിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ വ്യക്തമാക്കാം എന്ന് തോന്നി. അപ്പോൾ ആ കമൻറ്റ് ഒന്ന് വായിക്കാം. അപ്പോൾ ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു. ഫൗസിക്ക എന്ന് പറയുന്ന ഒരാളാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീയല്ലേ അത്? വീഡിയോ ചെയ്യാം, ബട്ട് ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് എന്തിനാ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കാൻ പറ്റും. ഞാൻ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടില്ല. മുന്നത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഷാജിദ എന്ന് പറയുന്ന പെൺകുട്ടിയെ എനിക്ക് മുന്നേ അറിയുമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ തമ്മിലൊരു കോണ്ടാക്റ്റിംഗ് ഇല്ല. പക്ഷേ എനിക്ക് വേറൊരാൾ വഴി ആ കുട്ടിയെ എനിക്കറിയും. അപ്പോൾ ആ കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളും ഇതൊക്കെ എനിക്ക് അറിയും. അപ്പോൾ അതൊക്കെ കൊണ്ട് മുന്നേ ഈ കുട്ടിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ പകുതി എത്തിയപ്പോൾ ആ കുട്ടി തന്നെ മോണിറ്റൈസ് ആയി പൈസ കിട്ടാറായപ്പോൾ ആ കുട്ടി തന്നെ ആ ചാനൽ കട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുന്നേ ആ കുട്ടി ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നത് ആ കുട്ടിയുടെ ഹസ് മരിക്കുന്നതിന് മുന്നേ അതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിഹർ ബാധിച്ച് ആ കുട്ടി എന്തൊക്കെയോ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്താണ് ചാനൽ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ചാനൽ കൊണ്ടുവരുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് മരിച്ചതും ഒക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ കുട്ടിയെ അറിയാന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ജീവിത സാഹചര്യം എല്ലാം അറിയും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ ഉയർന്നു വരുമ്പോൾ അതിനെ ആ കുട്ടിയായിട്ട് താഴ്ത്തി കൊണ്ടുവരുന്ന ഒരു സംസാരമായിരുന്നു പിന്നീടുള്ള വീഡിയോസിൽ കണ്ടത്. അതായത് ഒരു അഹങ്കാരം പിടിച്ചിട്ടുള്ളൊരു സംസാരം. അപ്പോൾ അത് ഞാൻ ആ കുട്ടി കാണാൻ വേണ്ടിയിട്ട് അതിലേക്ക് എത്തിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് പക്ഷേ അത് വേറെ എന്തോ ആയിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. അതായത് ഞാനാണിപ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുന്നത്, അത്രയും ഉയരത്തിലെത്തി നിൽക്കുന്ന ഒരാൾ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ ആ കാര്യം എടുത്തിട്ട് വന്നിട്ട് ഒരു അഹങ്കാരത്തിൻ്റെ രീതിയിൽ വന്നിട്ട് എടുത്തടിച്ചണക്ക് മറുപടിയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? എന്ത് ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്? അത് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊരു അഹങ്കാരത്തിൻ്റെ, അതിപ്പോൾ എന്താ, ഇപ്പം വരുന്ന വീഡിയോസ് എല്ലാം അത് തന്നെ. ഷാജിദക്ക് അഹങ്കാരം എന്നേ പറയുന്നേ ഉള്ളൂ. ഞാനാണ് ആ ഫസ്റ്റ് വീഡിയോ ഞാനാണ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ പക്ഷെ എവിടെ എടുത്ത് നോക്കിയാലും ഷാജിദക്ക് അഹങ്കാരം, ആ സംസാരം. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ആ കുട്ടി അത് വേറൊരു കണ്ണിൽ എടുത്തിട്ട് എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ആ കുട്ടി പറഞ്ഞത്. ഒരു സുധീസ് വ്ളോഗ് പറഞ്ഞിട്ട് ഒരുത്തി കളിക്കുന്നുണ്ട്. അപ്പോൾ സുധീസ് വ്ളോഗ് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണിൻ്റെ ചാനല് ഒരു സ്ത്രീ എൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. എനിക്ക് അവൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവളോട് പറയാനുള്ളത്, അവൾ കുറച്ച് കാലമായി എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതും
അവൾക്ക് എന്താണ് സംഭവം, എന്തിന്റെ പേരിലാണ് അവൾ എൻ്റെ പിന്നാലെ നടക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അസൂയായിരിക്കും, കാരണം അവളുടെ അക്കൗണ്ടൊന്നും അത്ര റീച്ച് ആയിട്ടില്ല, 10,000-4,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് എടുത്തിട്ടിട്ട് വേണം അവൾക്കൊന്ന് റീച്ച് ആവാൻ എന്നുള്ള ഒരു ഇതിലാണ് അവൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിനക്ക് സ്വന്തമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കിക്കൂടെ? എനിക്ക് ചോദിക്കാനുള്ളതാണ്. മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ചിട്ട് ജീവിക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന പൈസ തിന്നണത്, അതും എന്നെ എൻ്റെ മക്കളിനെയും. ഞാൻ പറയട്ടെ, ഞാൻ 5 എത്തിമക്കളെ നോക്കണ ഒരു എൻ്റെ ഒരു ഇതാണ്. ഞാൻ 5 എത്തിമക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ കഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോ എടുത്ത് നീ അത് നല്ലത് പറയണമെങ്കിൽ കുഴപ്പമില്ല, നീ നെഗറ്റീവ്സ് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നതിൽ എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ നീ തിന്നുന്നുണ്ടല്ലോ, ഒരിക്കലും ദഹിക്കില്ല. ആ പൈസയും കൊണ്ട് നീ ഒരിക്കലും നേരാവില്ല. കാരണം എൻ്റെ മനസ്സിൻ്റെ ആ ഒരു വേദന, എൻ്റെ മക്കളുടെ വേദന മോളെ നീ എവിടെ കൊണ്ട് തീർത്താലും പോവില്ല. കാരണം 5 എത്തിമക്കളുടെ വേദന, എൻ്റെ മക്കളും നിന്റെ വീഡിയോസ് കാണുന്നുണ്ട്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, എത്തിങ്ങാനേന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇമ്മ ഇങ്ങനെ ഒരു സുധീസ് വ്ളോഗ് പറഞ്ഞിട്ടൊരു ഇത്താത വീഡിയോ ചെയ്യുന്നുണ്ട്, എന്തിനാ അമ്മാനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു. അപ്പോൾ ആ മക്കളുടെ വേദനയും എൻ്റെ വേദനയും എൻ്റെ കണ്ണീരും പെട്ടു പറഞ്ഞാൽ നീ ഒരിക്കലും എവിടെ പോയാലും നേരാവില്ല. എനിക്കതാ പറയുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസ് നെഗറ്റീവ്സ് എടുത്തിട്ട് നിനക്ക് ഇട്ടിട്ട് നീ അതിന്ന് ഭക്ഷണം കഴിക്കണ്ടല്ലോ, അല്ലെങ്കിൽ നിന്റെ മക്കൾക്ക് നീ ഇപ്പം എൻ്റെ അടുത്ത് മഫ്ത് ഇട്ടിട്ട് വീഡിയോ ചെയ്തുകൂടെ, നിന്റെ സബ്സ്ക്രൈബേഴ്സ് പറയണത് നിനക്ക് കേട്ടൂടെ എന്നൊക്കെ പറയും. നീ 2 സൈഡിലേക്ക് മുടി ഇങ്ങനെ വലിച്ചിട്ടിട്ട് ഈ കഴുത്തൊക്കെ ഇങ്ങനെ കാണിച്ച് നിന്റെ സ്വർണം വലിയ ചെയിന്, അതിലൊരു വേറൊരു ചെയിന്, ഇതൊക്കെ കാണിച്ചിട്ട് നീ വീഡിയോസ് നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കണ്ടല്ലോ. നിന്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവ് മരിച്ചു, ഓക്കെ, നിന്റെ ഭർത്താവ് ഉണ്ട്, ഭർത്താവുള്ള ആൾക്കാർക്ക് എന്ത് തോന്നിയാസം കാണിക്കാന്നൊന്നുമില്ലല്ലോ. എന്നിട്ട് നീ എന്നോട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മഫ്തിടാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നീ അതൊരു കണ്ടന്റാക്കി വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ളതാണ്, നീ എവിടുത്തെ കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ അടുത്തുള്ളതാണെങ്കിൽ ഞാൻ നിന്നെ നേരിട്ട് വന്നിട്ട് കണ്ടേനെ. പക്ഷെ നീ അവിടുത്തെ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ അത്ര ധൈര്യമുള്ള പെണ്ണാണെങ്കിൽ നിന്റെ നമ്പർ ഇടി, ഞാൻ നിനക്ക് വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക, നിന്നെ നേരിട്ട് വന്ന് കാണാം. പിന്നെ എൻ്റെ ലൈഫിൽ കടന്ന് കളിക്കുന്നത് നിനക്ക് നല്ലതിനല്ല. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നല്ല ഒരുപാട് ഇത്താതമാരും ഇക്കാകമാരും പറയണത് ഏറ്റെടുത്ത് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അവർ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ എന്ത് യൂട്യൂബിലോ ആര് വന്ന് പറഞ്ഞാലോ അവർ പറയണൊക്കെ ഞാൻ കേൾക്കണം എന്ന് പറഞ്ഞാലേ, അത് നീ മുഖം ഫേസ് ഒന്നും കാണിക്കാണ്ട് നീ ഒരു വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ നീ ചെയ്യോ? ഇല്ല. എനിക്ക് എൻ്റെതായ ഇഷ്ടമുണ്ട്, നിനക്ക് നിൻ്റെതായ ഇഷ്ടമുണ്ട്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ എന്താ പറയുക, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെക്കാനൊന്നും പറ്റില്ല. കാര്യം അവർ യൂട്യൂബ് വീഡിയോ കാണുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അതുകൊണ്ട് അവർ പറയുന്നൊക്കെ കേൾക്കണമെന്നൊന്നുമില്ല. അത് നീ ഒരു കണ്ടന്റ് ആക്കിയിട്ട് മോളെ നീ എന്നിട്ട് അതിന് പൈസ ഉണ്ടാക്കിയിട്ട് നീ ജീവിക്കണ്ടല്ലോ. നിനക്ക് സ്വന്തം കണ്ടന്റ് ഇല്ലേ? സ്വന്തമായിട്ട് സംസാരിക്കാറില്ലേ? സ്വന്തമായിട്ട് വീട്ടിൽ വല്ലതും ചെയ്തിട്ട് വീഡിയോസ് ഇട്ടൂടെ? എന്തിനാ നമ്മളെ വീഡിയോസ് കട്ടെടുത്ത് ഇട്ടിട്ട് അതിന് വരുമാനം ഉണ്ടാക്കണേ? എന്നിട്ട് ഇപ്പം എന്താ നിനക്ക് കിട്ടണത്? അതിൽ നമ്മളെ കുറച്ച് കുത്തി നോവിക്കുക, വേറെ ഉള്ളത് ഇതല്ലേ നിനക്ക് കിട്ടണത്? ഇനി പോയി പല്ലിച്ചിട്ടോ പല്ലേക്ക് സ്കൂളിലേക്ക് പോണ്ടേ? എന്നിട്ട് നിനക്ക് സ്കൂളിലേക്ക് പോണ്ടേന്ന്, നിനക്കിതിൽ എന്താ കിട്ടണത്? അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത്, സുധീസ് വ്ളോഗാണ് കേട്ടോ അവളുടെ. ഞാൻ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് അവളുടെ വീഡിയോക്ക് റീച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടാ. കാരണം അവളുടെ ലിങ്കിൽ പോയിട്ട് എല്ലാവരും കണ്ടു പറഞ്ഞാൽ അവൾക്ക് വ്യൂസ് കൂടും, പിന്നെ അവൾ റീച്ച് ആവും. എന്തിനാ അതിന് നിൽക്കുക? അവൾ ചിലപ്പോൾ ആ ഒരു കണക്കാക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളായിട്ട് അവൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് മോളെ റീച്ച് ആവാൻ നോക്ക്. അല്ലെങ്കിൽ റീച്ച് ആയില്ലെങ്കിലും നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ നോക്ക്. നമ്മളൊന്നും ഹറാമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹറാമ്, ഇപ്പോൾ യൂട്യൂബ് ഹറാമാന്നാണ് പറയുന്നത്, അങ്ങനെയല്ല. നല്ല രീതിയിൽ മറ്റൊരാളുടെ എന്താ പറയുക, മനുഷ്യൻ്റെ ഇറച്ചി തിന്നിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതാക്കിയിട്ട് നീ വീഡിയോസ് ചെയ്യുക. അത്രയ്ക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ മഫ്തിടണോ, ഞാൻ വേറെ ഉള്ളതിടണോ, പറന്നിടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ ആ വീഡിയോ ഇട്ട് നിമിഷങ്ങൾക്കകം ഷാജി കണ്ടിട്ട് എനിക്ക് മോശമായിട്ടുള്ള കമൻസ് ആണ് തന്നത്. എന്തെന്ന് വെച്ചാൽ, അവളെ ചാനൽ റീച്ച് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്ന് റീച്ച് ആക്കി കൊടുക്കണേന്നും പറഞ്ഞ് അവൾ പോസ്റ്റ് വരെ ഇട്ടു. എന്നിട്ട് അവൾ വീണ്ടും റിയാക്ഷൻ ചെയ്ത് വീഡിയോ ചെയ്തു. വീഡിയോ ചെയ്തതിൽ ഭയങ്കരമായിട്ട് മുടി പുറത്തിട്ടിട്ട്
മാല എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത്. പിന്നെ എന്താ നീ ഇരക്കുന്ന അങ്ങനെയൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള വേർഡുകൾ പറഞ്ഞു. അതോടുകൂടിയാണ് എനിക്ക് ആ കുട്ടിയോട് ഒരു 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 എന്താ പറയുക, ഒരു ദേഷ്യമായി. എന്നിട്ട് ഞാൻ അതിനെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഞാനൊരു നല്ല കാര്യമാണ് പറഞ്ഞത്. അതായത് സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് കൂടി ഒന്ന് കേൾക്കൂ. അതായത് നമ്മളെ ആ രീതിയിൽ നിന്നും വലിയൊരു ഇതിലേക്ക് എത്തിച്ചത് ആരാണ്? അവരുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആ വീഡിയോയിൽ അഹങ്കാരം എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവളെ ഏതോ ഒരു സബ്സ്ക്രൈബർ മഫ്ത യൂസ് ചെയ് ഷാജിദ എന്ന് പറയുന്ന കമന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവള് വന്നിട്ട് എന്താ അവളെ വായിൽ നിന്നും വരുന്ന വേർഡ്സ് ഉണ്ടല്ലോ, ഭയങ്കര കച്ചറ വേർഡ്സ് ആണ്. സത്യം പറയാലോ, ആ മസ്റൂറായ ആ കുട്ടിയെ പോലും അത്രയ്ക്ക് പറഞ്ഞു എങ്കിൽ ആ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന വേർഡ്സ് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള വേർഡ്സ് ആണ്. എന്റെ ഭർത്താവുള്ള നിനക്ക് മഫ്ത ഇടാൻ പാടില്ല, ഇല്ലാത്ത എനിക്ക് മഫ്ത ഇടാം, അത് നല്ല തീരുമാനം, അങ്ങനത്തെ വേർഡുകളാക്കി ഞാൻ പറഞ്ഞു. അതോടുകൂടി എൻ്റെ മനസ്സിലേക്ക് ദേഷ്യം വന്നു. ഞാൻ റിയാക്ട് ചെയ്യാൻ പോയില്ല. സംസാരിക്കാൻ കൊള്ളത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതെ ഇരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു തക്കമായിരുന്നു മഹറിന്റെ കാര്യം പറഞ്ഞിട്ട് വന്നത്. അന്ന് മുതലാണ് എനിക്ക് നാദിർഷ എന്ന് പറയുന്ന ആള് കമന്റ് ഇടുന്നത്. ആ ഇട്ട വീഡിയോ വഴിയാണ് നാദിർഷ എന്ന് പറയുന്ന ഇവള് മഹർ മേടിച്ച വ്യക്തി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഇപ്പോൾ പ്രൈവറ്റാക്കി വെച്ചേക്കുവാണ്. അത് നമുക്ക് സമയം ഉചിതമായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അയാൾ എനിക്ക് ഇട്ട കമന്റ് അതാ പറഞ്ഞേ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവക്ക് എതിരായിട്ടുള്ള സംഭവം എന്നിൽ എത്തിപ്പെടൂല. അപ്പോൾ അത് ആരാണെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു, ഫേക്കാണോ എന്നൊക്കെ അറിയണമായിരുന്നു. അപ്പോൾ ഫേക്കൊന്നുമല്ല, അത് ഒറിജിനൽ ID എന്നുള്ള ആള് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ കൂടി എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതാണ് സംഭവം. അല്ലാതെ ഞാൻ ഒരാളെയും ടാർഗറ്റ് ചെയ്ത് പോയിട്ട് വീഡിയോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താ ആ വീഡിയോസ് ചെയ്തപ്പോൾ നീയാണ് അഹങ്കാരി, അവളല്ല അഹങ്കാരി എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ, അഹങ്കാരം ആർക്കോ നല്ലവൾ ആരോ അതൊക്കെ പടച്ചോൻ തീരുമാനിക്കുന്നതാ. അത് നിങ്ങൾ ഈ കാണുന്നവരല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ എന്താ സത്യം പറഞ്ഞാല് പൊട്ടന്മാരാവുകയാണ്. സത്യം പറയാലോ, പൊട്ടന്മാർ. പിന്നെ ആ 5 മക്കളെ കരുതിയിട്ട് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലത്. എത്തിയ മക്കളാണല്ലോ, ആ മക്കളെ കരുതി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഞാൻ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്തതൊന്നുമല്ല. ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും നിനക്കെന്തേ മെസ്സേജിൽ പോയിട്ട് പറഞ്ഞൂടെ? എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇട്ട് തന്നെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. എനിക്ക് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, ഈ കുട്ടി ചിലപ്പോൾ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ തുടരെ വീഡിയോ ചെയ്യുന്നതാണോ എന്നൊക്കെ. ആ കുട്ടി പോലും ചിലപ്പോൾ വിചാരിക്കും. ടാർഗറ്റ് ചെയ്തു എപ്പോ? എനിക്കെതിരെ തിരിഞ്ഞു വന്നപ്പോൾ. ഞാൻ ഉദ്ദേശിച്ചതല്ല ആ കുട്ടി മനസ്സിലാക്കിയത് എന്നും പിന്നെ ആ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അപ്പോൾ എനിക്ക് ടാർഗറ്റ് ചെയ്യണമെന്ന് നന്നായിട്ടുണ്ടായിരുന്നു. ആ ടാർഗറ്റ് തന്നെ ഇങ്ങോട്ട് വന്നു. നന്നായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, സത്യങ്ങൾ എന്നായാലും പുറത്ത് വരും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ. നിങ്ങളുടെ കമൻസ് താഴെ പറയും, പിന്നെ ലൈക്ക് അത് മസ്റ്റ്. അപ്പോൾ ഓക്കെ.